നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വേദനകർമ്മയെ പറ്റിയാണ്. അതായത് സ്റ്റീം ബാത്ത് എന്നായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവുക. അതൊരു സ്വേദനകർമ്മയാണ്. അതായത് നമ്മൾ ശരീരം ചൂടാക്കുക, ആവി പിടിക്കുക എന്നൊക്കെ പറയും. പഞ്ചകർമ്മയിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ് പൂർവ്വകർമ്മ എന്നുള്ളത്. അതായത് മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയറിന് മുന്നേ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അതിൽ വരുന്നതാണ് ഈ സ്വേദനം. അപ്പം എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ, അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് നോക്കാം ഈ വീഡിയോയിലൂടെ. പ്രധാനമായിട്ടും നമ്മൾ ഈ സ്വേദനകർമ്മം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസ് പുറന്തള്ളുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മുടെ ശരീരത്തിൽ ചൂട് കൊള്ളുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുവഴി നമ്മൾ വിയർക്കും. അപ്പം നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ പുറത്ത് പോകും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. നമുക്ക് ജോയിന്റ് ഒക്കെ സ്റ്റിഫ് ആയിട്ടിരിക്കുകയാണ്, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ജോയിന്റ്സ് ഒക്കെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കും. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടാണ് സ്വേദനം ചെയ്യുന്നത്. പല രീതിയിലും നമ്മൾ സ്വേദനം ചെയ്യാറുണ്ട്. അത് ഓരോ അസുഖത്തിന്റെ അവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമുക്ക് വേണ്ടത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ സ്വേദനം ചെയ്യുക. പ്രധാനമായിട്ടും ലോക്കലൈസ്ഡ് സ്വേദനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫുൾ ബോഡി ഉണ്ട്. ഇനി ഇതിന്റെ ഓരോരോ കണ്ടീഷൻ അനുസരിച്ച് പല ടൈപ്പുകളുണ്ട്. അപ്പം സ്റ്റീം ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബോഡിക്കാണ് നമ്മൾ കൊടുക്കാറ്. സ്റ്റീം ബോക്സിൽ ഇരുന്നിട്ട് നമ്മൾ ഫുൾ ബോഡി സ്വേദനം ചെയ്യാറുണ്ട്. അതേപോലെ ലോക്കലൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ഒരു പൈപ്പ് ഉപയോഗിച്ച്, നാഡീസ്വേദം എന്നാണ് പറയുക നമ്മൾ സംസ്കൃതത്തിൽ, ഒരു പൈപ്പ് ഉപയോഗിച്ച് ഏത് ഏരിയയിലാണോ വേണ്ടത് ആ ഏരിയയിൽ മാത്രം ചൂട് കൊള്ളിക്കുക. പ്രധാനമായിട്ട് നമ്മൾ നസിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രമേ ആവശ്യമുള്ളൂ വെച്ചാൽ നാഡീസ്വേദം ചെയ്യാറുണ്ട്. അതേപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് മേൽ ഒഴിക്കുന്നത് ഒരു സ്വേദന ടെക്നിക്കാണ്. അതേപോലെ തന്നെ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെള്ളം തിളപ്പിച്ച് അതൊരു പാത്രത്തിലാക്കിയിട്ട് അതിൽ ഇരിക്കുക, അതും വേറൊരു ടൈപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ കിഴി ഉപയോഗിക്കുക. കിഴി തന്നെ പല ടൈപ്പുകളുണ്ട്. അങ്ങനെ കിഴി ഉപയോഗിച്ച് ചെയ്യുന്നതൊക്കെ ഒരു സ്വേദന ടെക്നിക്കുകളാണ്. പ്രധാനമായിട്ടും അതിൽ പൊടിക്കിഴിയുണ്ട്, ഇലക്കിഴിയുണ്ട്. ഇനി എണ്ണയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ മണൽക്കിഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഓരോ സ്വേദന ടെക്നിക്സ് ആണ്. പലതും അതിന്റെ ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യാറ്. എല്ലാവരും കോമൺ ആയിട്ട് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക, അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നൊക്കെ തന്നെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ. ഇനി ഈ സ്വേദനം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളുന്നു, അതുപോലെ സർക്കുലേഷൻ കൂടുന്നു, അതുവഴി നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയുന്നു, ജോയിന്റ്സിന്റെ ഒക്കെ മൊബിലിറ്റി ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ കൂടും. അതേപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും കഫവാത പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ നല്ലത്. പിത്തരോഗങ്ങൾക്ക് അത്ര നല്ലതല്ല ഈ സ്വേദനം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയാനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉറക്കം കൂട്ടാനും നമുക്കൊരു മനസ്സൊരു കാമായിട്ടിരിക്കാനൊക്കെ വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിത്തം കൂടുതലുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കാറില്ല. അതായത് ബ്ലീഡിങ് ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ, ചെറിയ കുട്ടികൾക്ക്, നമുക്ക് തീരെ ശരീരബലം ഇല്ലാത്തവർക്കൊന്നും നമ്മൾ ഈ സ്വേദനം അധികം കൊടുക്കാറില്ല. ഇനി നമ്മൾ സ്വേദനം കൊടുക്കുകയാണെങ്കിൽ തന്നെ പൊതുവെ 15 to 20 മിനിറ്റ് വരെയാണ് നമ്മൾ കൊടുക്കാറ്. അതായത് നമ്മൾ നന്നായിട്ട് വേർത്തു എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വേദനം നിർത്തണം. കൂടുതൽ നേരം ഒക്കെ സ്വേദനം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തലകറക്കവും ക്ഷീണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമയവും, അതുപോലെ തന്നെ ആ വ്യക്തികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും, ബ്ലീഡിങ് ഡിസോർഡർ അല്ലെങ്കിൽ പിത്തപ്രകോപം കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണം.